ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ മോൾക്കുള്ള ഷോപ്പിങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ, സ്കൂളിൽ പോകാനായിട്ടുള്ള. അപ്പോൾ അവൾക്ക് ബ്ലൂ കളറാണ് ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യവും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോഴും ബ്ലൂ കളർ തന്നെ ബാഗ് വാങ്ങി. ഇപ്പോഴും അതുപോലത്തെ ബാഗ് തന്നെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ പ്രിൻസസിൻ്റെ മതി എന്നും പറഞ്ഞ് അങ്ങനെ അതെടുത്ത് ഒരുപാട് നോക്കി അതെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ വേറെ പിന്നെ പുസ്തകങ്ങൾ വാങ്ങിച്ചു. ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല എളുപ്പമൊക്കെ ആയിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ പഠിച്ചെടുത്തു കേട്ടോ. പിന്നെ പുസ്തകങ്ങളും ബുക്ക് ഇതെല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. പുസ്തകവും ബുക്കൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ബാഗ്, അതുപോലെ തന്നെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, കുപ്പി അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം പുറത്തുനിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ മോൾക്ക് യൂണിഫോമിൻ്റെ കൂടെ ഇടാനായിട്ട് ബണ്ണ്, വള, പിന്നെ കരി, മാല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഈ ഇരിക്കുന്ന പെൻസില്, എറൈസർ എല്ലാം ബ്ലൂ കളറിലാണ് തന്നെ ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ ബ്ലൂ കളർ തന്നെ എല്ലാം എടുത്തിട്ടുണ്ട്. ഈ എറൈസർ എന്നാലും അവൾ ഒന്ന് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബോക്സ്, പിന്നെ സ്കൂൾ തുറക്കണതിൻ്റെ അന്നൊക്കെ ഇടാനായിട്ട് ചെരുപ്പ്, പിന്നെ ലഞ്ച് ബോക്സ്, പിന്നെ സ്റ്റീലിൻ്റെത് മതിയെന്നും പറഞ്ഞ് എപ്പോഴും കഴിഞ്ഞ വർഷമേ മോള് സ്റ്റീലിൻ്റെ മതിയെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഒന്ന് സ്റ്റീലിൻ്റെത് മേടിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തത് അതും അകത്ത് സ്റ്റീലുള്ളതായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല അതിൽ. മോനോടൊരോന്നൊരു പേടി. ഇതിൽ ഇത്രയും വേറൊന്നുമില്ല, ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് മോൾക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം. അതിൽ പിന്നെ മീതെ കറികളൊക്കെ വയ്ക്കാം, അകത്ത് ചോറിടാം, അങ്ങനെ വേണ്ടിയുള്ളൊരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് അത്രയേ ഉള്ളൂ കേട്ടോ. പതുക്കെ സൗണ്ട് കേൾപ്പിക്കാതെ എടുത്ത് വയ്ക്കാനേ വെക്കും. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി മോളുടെ ബുക്കും പുസ്തകങ്ങളും എല്ലാം ഒന്ന് ബ്രൗൺ പേപ്പർ വെച്ച് പൊതിയിടണം. അപ്പോൾ അത്ര കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഇനി നാളെയും കൂടെ മാത്രമേ ഉള്ളൂ, സമയമില്ല. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങ് പൊതിയിടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ വീഡിയോയിൽ ഞാൻ ബ്രൗൺ പേപ്പർ വെച്ച് പൊതിയിടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം വെറുതെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തേക്ക് ഞാൻ കാണിക്കുന്നില്ല, ഇതെല്ലാം പൊതിയിട്ടതിന് ശേഷം കാണിച്ചു തരാവേ. പിന്നെ നെയിം സ്ലിപ്പ് അവൾക്ക് ഇഷ്ടമുള്ള നെയിം സ്ലിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 1-2 ഞാൻ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ബ്രൗൺ പേപ്പർ, ഷൂസ്, സോക്സൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ വലിയതായിട്ട് ഷോപ്പ് ചെയ്തെന്ന് കാണിച്ചിട്ടൊന്നുമില്ല. ഞാനിതുപോലെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഉള്ള സാധനങ്ങൾ കാണിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മോൻ നല്ല ഉറക്കമാണ് കേട്ടോ. മോൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ മേശപ്പുറത്ത് പോലും ഇതെടുത്ത് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അത്ര അവന് എല്ലാം ചെയ്യണം. അതിനുവേണ്ടി ഞാൻ കിടത്തി ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒന്നും അനക്കാതെ ഒരു വീഡിയോ എടുക്കാം എന്ന് വെച്ചിട്ട് ഞാൻ എടുത്തതാണ്. ജസ്റ്റ് ഒരു വീഡിയോ, വേറെ ഒന്നുമില്ല. അപ്പോൾ മോക്കുള്ള ഷോപ്പിംഗ് ഇപ്രാവശ്യത്തത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ കുടയൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ബസ്സിൽ പോവുകയും വരികയും ചെയ്യുന്നത് കൊണ്ട് കുടയൊന്നും വാങ്ങിയില്ല. ഇവിടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ബസ് കൊണ്ട് നിർത്തും. അപ്പോൾ ഞാൻ കുട അങ്ങനെയുള്ള ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇനി യൂണിഫോം തയ്ച്ച് കിട്ടാനുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ യൂണിഫോമൊക്കെ 10 ദിവസം കഴിഞ്ഞിട്ടിട്ടാൽ മതിയല്ലോ, അതുകൊണ്ട് വലിയ വെപ്രാളമൊന്നുമില്ല. ഇവിടെ സ്കൂളിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ആ സമയത്തൊക്കെ കിട്ടിയ ആ സമയത്ത് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മോളുടെ ഷോപ്പിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്ലൂ കളറിൽ തന്നെ എല്ലാം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ചെടുത്തു. പിന്നെ ഈ ഒരു പാത്രം മാത്രം ബ്ലൂ കളറിലത് എടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു കളർ എടുത്ത് അതാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മോളുടെ ഷോപ്പിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇൻഷാ അല്ലാഹ് മോള് സ്കൂൾ തുറന്നു, ഇനിയിപ്പോൾ മറ്റന്നാൾ സ്കൂൾ തുറക്കുമല്ലോ. സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.